അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 1ാം ഭാഗത്തിലെ 10ാമത്തെ പാഠം അൽ ഖൽബുസ്സലീം എന്ന പാഠവും തദ്രീബാത്തും നോക്കാം. അൽ ഖൽബുസ്സലീം എന്ന് പറഞ്ഞാൽ പാപമുക്തമായ മനസ്സ്, ഹൃദയം ശുദ്ധീകരണം, നാവിനെ സൂക്ഷിക്കുക എന്നൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ സംസ്കാരം എങ്ങനെ ആയിരിക്കണം, നമ്മുടെ സ്വഭാവം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. ഹാജർ എടുത്തു കഴിഞ്ഞപ്പോൾ ഉസ്താദ് ചോദിച്ചു, ദുൽഫുഖാർ ഇന്നലെ എവിടെയായിരുന്നു? ദുൽഫുഖാർ മറുപടി പറയാണ്, സുഖമില്ലായിരുന്നു, പല്ല് വേദനയായിരുന്നു. അഹമ്മദ്, അവൻ കളവ് പറയുകയാണ്. ദുൽഫുഖാർ പറഞ്ഞു സുഖമില്ല, പല്ല് വേദനയാണ്. അപ്പോൾ അഹമ്മദ് പറയാണ്, അവൻ കളവ് പറയുകയാണ്, അവൻ ഇന്നലെ വിരുന്നു പോയതാണ്. ദുൽഫുഖാർ ഒന്നും മിണ്ടിയില്ല. അഹമ്മദ് പറഞ്ഞു അവൻ ഇന്നലെ എവിടേക്ക് പോയതാണ്? ഉമ്മാൻ്റെ ഒടിക്ക് പോയതാണ്, അവനക്ക് പല്ലുവേദനയാണ്, നോൻ കളവ് പറയാണ്. ഇത് കേട്ടിട്ട് ദുൽഫുഖാർ ഒന്നും മിണ്ടിയില്ല. ഉസ്താദ് ദുൽഫുഖാറിനെ അടുത്ത് വിളിച്ചു. എന്നിട്ട് എല്ലാവരോടുമായി പറഞ്ഞു, കളവ് പറയരുത്, അത് വലിയ കുറ്റമാണ്. സത്യവിശ്വാസി കളവ് പറയില്ല. എന്ത് വിഷയം വന്നാലും സത്യവിശ്വാസം എന്ത് ചെയ്യാൻ പാടില്ല? കളവ് പറയാൻ പാടില്ല, അത് വലിയ കുറ്റകരമാണ്. സംസാരശേഷി അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഏത്? സംസാരശേഷി എന്ന് പറയുന്നത്. വലിയ ശിക്ഷ ലഭിക്കുന്നതും തെറ്റായ സംസാരങ്ങൾ മൂലമാണ്. വലിയ ശിക്ഷകൾ ലഭിക്കുന്നത് എന്ത് കാരണത്താലാണ്? തെറ്റായ സംസാരങ്ങൾ മൂലമാണ്. നാവിനെയും ഫർജിനെയും സൂക്ഷിക്കുന്നവർക്ക് സ്വർഗം നൽകാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിട്ടുണ്ട്. അങ്ങനെ നാവിനെയും ഫർജിനെയും, എന്താണ് ഗുഹ്യസ്ഥാനത്തെയും, നാവിനെ ഒരാൾ സൂക്ഷിക്കുന്നുണ്ടോ, ഗുഹ്യസ്ഥാനത്ത് ഒരാൾ സൂക്ഷിക്കുന്നുണ്ടോ, ആ രണ്ട് അവയവങ്ങളെ കൊണ്ടും ഒരാൾ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പ് നൽകിയാൽ അവൻക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? സ്വർഗം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നാവിനെയും ഫർജിനെയും സൂക്ഷിക്കുന്നവർക്ക് സ്വർഗം നൽകാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിട്ടുണ്ട്, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കി, ഖുലിൽ ഹഖ്ഖ വലൗ കാന മുർറാ, കയ്പുള്ളതാണെങ്കിലും സത്യം പറയാവൂ. കയ്പുള്ളതാണെങ്കിലും സത്യം പറയാവൂ. എന്താ അങ്ങനെ പറഞ്ഞാൽ, നാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചീത്ത ലഭിക്കും, അതല്ലെങ്കിൽ അടി കിട്ടും, അതല്ലെങ്കിൽ നമ്മൾ വേദനിപ്പിക്കും. ആ രൂപത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തോ ഒന്ന് ചെയ്തു വെച്ചു, വീട്ടിലാവട്ടെ എവിടെയാകട്ടെ നാം എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ചു. ഇപ്പോൾ ദുൽഫുഖാർ പറഞ്ഞതുപോലെ തലവേദന, ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവൻ പറഞ്ഞതെന്താണ്? തലവേദനയായിരുന്നു. കാരണം ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് ചീത്ത ലഭിക്കുമോ, ഉസ്താദ് അടിക്കുമോ എന്നൊരു ഭയം കാരണമാണ് അവൻ ആ പറഞ്ഞത്. അപ്പോൾ ആ രൂപത്തിൽ അങ്ങനെ വല്ല വിഷമവും നമുക്ക് അനുഭവിക്കുമെങ്കിലും നിങ്ങൾ എന്തേ പറയാൻ പാടുള്ളൂ? സത്യമേ പറയാൻ പാടുള്ളൂ. വീട്ടിൽ നിന്ന് വല്ല വസ്തുവും നമ്മളെടുത്തു, ഉമ്മ വന്ന് ചോദിക്കുന്നു ആരാണത് എടുത്തത്, ഉമ്മ ചീത്ത പറയുമെന്ന് പേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഉമ്മാനോട് പറഞ്ഞു ഞാനല്ല എന്ന് പറഞ്ഞു. നേരെ മറിച്ച് അപ്പോൾ ആ രൂപത്തിൽ എന്ത് ചെയ്യരുത്? ഒരാളും ചെയ്യരുത്. എന്താണ് ചെയ്തത്? എന്താണെങ്കിലും സത്യമേ നമ്മൾ പറയാവൂ. എന്ത് വിഷയമാണെങ്കിലും നാം സത്യം മാത്രം പറയുക. അത് എത്ര പ്രയാസം അനുഭവിക്കേണ്ടി വന്നാലും സത്യം പറയുക. ലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, നിങ്ങൾ ഗീബത്ത് പറയരുത്. ലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, നിങ്ങൾ എന്ത് പറയരുത്? ഗീബത്ത് പറയരുത്. എന്താ ഗീബത്ത് പറഞ്ഞാൽ? ഒരാളെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്ത പറയുക, ഒരാളെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്ത പറയലാണ് ഗീബത്ത് പറയാന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ കൂട്ടുകാരെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയും, അത് മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞെടുക്കുക. ആ പറഞ്ഞെടുക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ കൂട്ടുകാരന് ഇഷ്ടമില്ലേനും അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുക? അവനക്ക് ഇഷ്ടമില്ലാത്ത, മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയുക. അതിനാണ് ഗീബത്ത്. ഒരാളെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുക, അതിനാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അടുത്തത്, ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എന്താ നമീമത്ത് എന്ന് പറഞ്ഞാൽ? ഏഷണി പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയലാണ് ഈ ഗീബത്ത്, അതല്ല നമീമത്ത് അഥവാ ഏഷണി എന്നൊക്കെ പറഞ്ഞാൽ. കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, സൽമാനും സുലൈമാനും നല്ല കമ്പനിയുള്ള മനുഷ്യന്മാരാണ്, നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ സൽമാൻ ഒരു കാര്യം പറഞ്ഞു, സൽമാൻ എന്ത് ചെയ്തു? തൻ്റെ കൂട്ടുകാരനാകുന്ന വേറൊരുത്തനോട് പറഞ്ഞു, ഒരു വിഷയം പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് സുലൈമാനോട് പറയരുതിട്ടാ എന്ന് പറഞ്ഞു.
പക്ഷെ അവൻ ചെന്നിട്ട് എന്ത് ചെയ്തു? സുലൈമാനോട് പറഞ്ഞു. ഇവൻ്റെ ഉദ്ദേശം എന്താണ്? സുലൈമാനും സൽമാനും തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് എന്ത് ചെയ്യണം? അകലണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇവൻ അവരോട് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കുഴപ്പത്തിലാകുന്നതിന് വേണ്ടി അവൻ എന്ത് ചെയ്തു? പ്രവർത്തിച്ചു. ഇങ്ങനെ ചെയ്യലാണ് എന്ന് പറയുന്നത് നമീമത്ത് അഥവാ ഏഷണി എന്ന് പറയുന്നത്. കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയുക, അതാണ് നമീമത്ത് എന്ന് പറയുന്നത്. ഇനി ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, പരിഹസിക്കരുത്. പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമരായേക്കാം. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, പരിഹസിക്കരുത്. പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമരായേക്കാം. നാം ആരെയാണോ കളിയാക്കുന്ന നമ്മളെക്കാൾ എത്രയോ ഉഷാറായവനായിരിക്കും അവൻ. അപ്പോൾ അവന് നമ്മൾ എന്ത് ചെയ്യാൻ പോകണ്ട? കളിയാക്കാൻ പോകണ്ട. അതാണ് പറയുന്നത്, പരിഹസിക്കപ്പെടുന്ന വ്യക്തി, നാം ആരെയാണോ പരിഹസിക്കുന്നത് അവൻ പരിഹസിക്കുന്നവനേക്കാൾ ഉത്തമനായേക്കാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഒരാളെക്കുറിച്ചും നിങ്ങൾ പരിഹസിക്കാൻ പോകേണ്ട. ഇനി നാവ് കൊണ്ട് ചെയ്യുന്ന ദോഷങ്ങളായ കളവ്, ഗീബത്ത്, നമീമത്ത്, പരിഹാസം എന്നിവയെക്കുറിച്ചുള്ള താക്കീതാണ് ഈ വചനങ്ങളിലുള്ളത്. ഏത് വചനങ്ങളിൽ? നമ്മൾ മുമ്പത്തെ ഇപ്പോൾ പറഞ്ഞ ലാ യസ്ഖറു ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. അതുപോലെ തന്നെ അതിന് മുമ്പത്തെ പേജിൽ നമ്മൾ കണ്ടു ലാ യഗ്തബ് ബഅദുകും ബഅദാ ലാ യദ്ഖുലുൽ ജന്നത നമ്മാമിൻ ഖുലിൽ ഹഖ വലൗ കാന മുർറ എന്നൊക്കെ പറഞ്ഞ വചനങ്ങളുണ്ടല്ലോ. ഇതെന്തിനെ കുറിച്ചാണ്? നാവ് കൊണ്ട് ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെയുള്ള താക്കീതായിട്ടാണ് ഈ വചനങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ ഹൃദയം കൊണ്ട് സംഭവിക്കുന്ന നിരവധി തെറ്റുകളുണ്ട്. എന്തുകൊണ്ട് സംഭവിക്കുന്ന? ഹൃദയം കൊണ്ട് സംഭവിക്കുന്ന നിരവധി തെറ്റുകളുണ്ട്. ഇതുപോലെ അന്യായമായ കോപം, വെറുതെ ദേഷ്യം വെക്കുക, അന്യായമായ കോപം, മറ്റുള്ളവർ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ദേഷ്യം വെക്കുക. അങ്ങനെ ദേഷ്യം വെക്കുക എന്നുള്ള പരിപാടി ഒരു സത്യവിശ്വാസിക്ക് യോജിച്ചതല്ല. അടുത്തത് പകയുള്ളവനാവുക. എങ്ങനെ പകയുള്ളവനാവുക? അതെങ്ങനെ? അവനെ ഞാൻ വെറുതെ വിടില്ല, അവനെ ഞാൻ തിരിച്ചടിക്കും, അവനെ വെച്ചേക്കില്ല എന്ന രൂപത്തിലേക്കുള്ള, അവന് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം അവരിൽ നിന്ന് നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും. ആ ഒരു കാര്യം എങ്ങനെയെങ്കിലും അവനക്ക് തിരിച്ചടിക്കും എന്ന രൂപത്തിലുള്ള ആ ഒരു മനസ്സ് വെച്ചുകൊണ്ട് അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന ആ ഒരു മനസ്സ് വെച്ചുകൊണ്ട് നടക്കുക, അതിനാണ് പക എന്ന് പറയുന്നത്. അടുത്തത് അസൂയയാണ്. ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന മറ്റൊരു രോഗമാണ് അസൂയ. അസൂയ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സുഖം നീങ്ങിപ്പോകാൻ എന്ത് ചെയ്യലാണ്? ആഗ്രഹിക്കലാണ്. അവൻക്ക് അല്ലാഹു തആല വലിയ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, വലിയ വീട് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ സമ്പത്ത് നൽകിയിട്ടുണ്ട്. നമ്മുടെ അയൽവാസിയിലൊക്കെ ഉണ്ടാകും വലിയ സമ്പന്നരും അതുപോലെ തന്നെ വലിയ വീടുള്ളവരും വാഹനങ്ങളുള്ളവരൊക്കെ. അപ്പോൾ അവർക്ക് ആ കാര്യങ്ങൾ നീങ്ങിപ്പോകണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് എന്ത് ചെയ്യുക എന്ന് മനസ്സിലിങ്ങനെ കരുതുക, അതാണ് അസൂയ എന്ന് പറയുന്നത്. നമ്മുടെ കൂട്ടുകാരനക്ക് നല്ല മാർക്ക് ലഭിച്ചിട്ടുണ്ടാകും, അപ്പം നമ്മുടെ മനസ്സിലിങ്ങനെ ഓരോ തോന്നലിങ്ങനെ വരും, എന്താ അവനക്ക് ഇത്ര മാർക്ക്, അതൊക്കെ എന്തുകൊണ്ട് വരുന്നതാണ്? അസൂയ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ആ അസൂയ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അടുത്തത് അഹംഭാവമാണ്. അഹംഭാവം എന്ന് പറഞ്ഞാൽ കിബിർ, അതെന്തുണ്ടാകാൻ പാടില്ല? നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതേപോലെ ഞാൻ ഭയങ്കരനാണ്, ഞാൻ ഭയങ്കര, മറ്റുള്ളവരൊക്കെ നിസ്സാരമാണ്, ഞാൻ ഉഷാറാണ്, മറ്റുള്ളവരൊക്കെ മോശമാണ് എന്നൊരു ചിന്ത, ആ ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. അടുത്തത് ഉൾനാട്യം. എന്താ ഉൾനാട്യം എന്ന് പറഞ്ഞാൽ നാം നമ്മെക്കുറിച്ച് ചിന്തിക്കുക. എങ്ങനെ? ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ട് സംഭവിച്ചതാണ്, ഞാൻ ഈ നേടിയതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന്, എല്ലാത്തിലും ഞാൻ എന്നൊരു ചിന്ത, അതാണ് ഈ ഉൾനാട്യം എന്ന് പറയുന്നത്. ഇതെല്ലാം അല്ലാഹു തആല നൽകിയതാണ്, അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങളാണ്. അതിന് ശുക്ർ ചെയ്യാതെ എന്ത് ചെയ്യുക? ഇതൊക്കെ എൻ്റെ പ്രവർത്തനം കൊണ്ടാണ്, ഞാൻ ചെയ്ത എൻ്റെ കഴിവ് കൊണ്ടാണ് ഇതെല്ലാം ഞാൻ നേടിയെടുത്തത് എന്നൊരു ചിന്തയുണ്ടാവുക, അതിനാണ് ഉൾനാട്യം എന്ന് പറയുന്നത്. അപ്പോൾ മുതലായ ഹൃദയം കൊണ്ടുള്ള ദോഷങ്ങളാണ്. അപ്പോൾ ഈ ദോഷങ്ങളൊന്നും, ഹൃദയം കൊണ്ടുള്ള ദോഷങ്ങളൊന്നും നമ്മളിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഉണ്ടാകാൻ പാടില്ല. ഇനി അതിനെക്കുറിച്ച് ഓരോന്ന് വിശദീകരിക്കുന്നു. നീ കോപിക്കരുത്, നീ ദേഷ്യം വെക്കരുത്, നിനക്ക് സ്വർഗം ലഭിക്കും. കണ്ട, നീ ദേഷ്യം വെക്കരുത്, നിനക്ക് സ്വർഗം ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിലിട്ടിരുന്ന ഷാൾ ഒരു അറാബിയായ ഒരു മനുഷ്യൻ വന്ന് വലിച്ചപ്പോൾ നബി തങ്ങളുടെ കഴുത്തിൽ അത് മുറുകിയിട്ട് അവിടെ ഒരു ചുവന്ന പാട് വന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അറാബിക്ക് നേരെ തിരിഞ്ഞ് ചീത്ത പറഞ്ഞില്ല, അവിടുന്ന് ദേഷ്യപ്പെട്ടില്ല. ആ അറാബിയായ മനുഷ്യൻ്റെ മുഖത്ത് നോക്കൊന്ന് പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. ആ രൂപത്തിലാണ് നമ്മളും പെരുമാറേണ്ടത്. അടുത്തത് അൽ മുഅ്മിനു ലൈസ ബിഹഖൂദിൻ, സത്യവിശ്വാസി പകയുള്ളവനല്ല. സത്യവിശ്വാസി ആരല്ല? പകയുള്ളവനല്ല. അപ്പോൾ എന്തെങ്കിലും പ്രയാസം ആരെങ്കിലും നിന്നും നമുക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ
ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അവനെ എങ്ങനെയെങ്കിലും നാം ശരിയാക്കും, അവനെ ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊരു രീതിയിലുള്ള മനസ്സിൽ വെച്ചുകൊണ്ട്, ആ പക വെച്ചുകൊണ്ട് സത്യവിശ്വാസം ചെയ്യരുത്, നടക്കരുത്. അടുത്തത് അൽ ഹസദു യഅ്കുലുൽ ഹസനാത്തി കമാ തഅ്കുലുൻ നാറുൽ ഹഖബ്. തീ വിറക് തിന്നുന്നത് പോലെ അസൂയ നന്മകളെ തിന്നുകളയും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം. അസൂയ എന്ത് ചെയ്യും? അസൂയ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, മറ്റുള്ളവരുടെ സുഖം നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുക. അങ്ങനത്തെ ആ ഒരു മനസ്സ് നമ്മൾക്കുണ്ടെങ്കിൽ തീ വിറക് തിന്നുന്നത് പോലെ അസൂയ നന്മകൾ എന്ത് ചെയ്യും? തിന്നുകളയും. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ കിബർ. അണുമണിത്തൂക്കം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. അണുമണിത്തൂക്കം അഹങ്കാരമുള്ളവൻ എവിടെ കടക്കുകയില്ല? സ്വർഗത്തിൽ കടക്കുകയില്ല. കിബിറുള്ളവൻ, അണുമണിത്തൂക്കം ഏറ്റവും ലേശം അവൻ്റെ ഹൃദയത്തിലുണ്ടോ അവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. നമ്മൾ പറഞ്ഞു, ഞാൻ ഭയങ്കരനാണ്, മറ്റുള്ളവരൊക്കെ നിസ്സാരമാണ്, ഞാൻ ഉഷാറാണ്, മറ്റുള്ളവരൊക്കെ മോശമാണ് എന്നൊരു ചിന്ത, ആ ചിന്തയുള്ളവൻ ഒരിക്കലും എവിടെ പ്രവേശിക്കുകയില്ല? സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇനി സലാസുൻ മുഹ്ലികാത്തുൻ, 3 നാശകാരികളാണ്. ഇതിൻ്റെ അർത്ഥം തന്നെയാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. സലാസുൻ മുഹ്ലികാത്തുൻ, 3 നാശകാരികളാണ്. ഒന്ന് ഹവൻ മുത്തബഉൻ, ദേഹേച്ഛയെ പിന്തുടരൽ. ഒന്നെന്താണ്? ഹവൻ മുത്തബഉൻ, ദേഹേച്ഛയെ പിന്തുടരൽ. എന്താ ദേഹേച്ഛയെ പിന്തുടരുക പറഞ്ഞാൽ? ആഗ്രഹിക്കുന്നതിൻ്റെ പിന്നാലെ പോവുക. നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പിന്നാലെ പോവുക. ദീനെന്താ പറയുന്നത്, റസൂലുള്ളാഹി എന്താ പറഞ്ഞത്, അള്ളാഹ് എന്താ പറഞ്ഞത്, അതൊന്നും നോക്കാതെ നമ്മുടെ ശരീരം നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പിന്നാലെ പോകുക. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? നാശം വന്നെത്തും, നമുക്ക് സ്വർഗം നഷ്ടപ്പെടും. രണ്ടാമത്തേതിൽ പറയുന്നത് വശുഹും മുത്വാഉൻ, പിശുക്കിനെ അനുസരിക്കൽ. പിന്നെ പിശുക്ക് എന്താണ് നമ്മൾ പഠിച്ചതാണ്. ആവശ്യത്തിന് ചിലവഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത്യാവശ്യത്തിനൊക്കെ എന്ത് ചെയ്യുക? ചിലവഴിക്കാതെ സമ്പത്ത് പിടിച്ചു വെച്ച് ജീവിക്കുക. അതിനാണ് പിശുക്ക് എന്ന് പറയുക. ആ പിശുക്കുള്ളവൻക്കും നാശമാണ്, അവന് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അടുത്തത് മൂന്നാമത്തത് വഇജാബുൽ മർഇ ബിനഫ്സിഹി, ഉൾനാട്യം എന്നിവയാണ് ആ 3 കാര്യങ്ങൾ. ഉൾനാട്യം എന്ന് പറഞ്ഞാൽ നാം നേരത്തെ പറഞ്ഞു, നമ്മെക്കുറിച്ച് നമ്മൾ തന്നെ ചിന്തിക്കുക. ഇതൊക്കെ സംഭവിക്കുന്നത് എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ പ്രവർത്തനം കൊണ്ടാണ്, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്, അള്ളാഹ് തന്ന കഴിവ് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഒരു വിനയം നമ്മുടെ മനസ്സിലുണ്ടാകില്ല. ഇതൊക്കെ എൻ്റെ പ്രവർത്തനം കൊണ്ടാണ് നാം ചെയ്യുന്നത് എന്ന രൂപത്തിലുള്ള ചിന്ത വരുന്നത്, അതിനാണ് ഉൾനാട്യം എന്ന് പറയുന്നത്. അപ്പം ഈ 3 ആളുകൾ, ഈ 3 സ്വഭാവമുള്ളവർ അവർക്കെന്താകും? നാശം സംഭവിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. 3 നാശകാരികളാണ്, അവർക്ക് സ്വർഗം അതിൻ്റെ കാരണത്താൽ നഷ്ടപ്പെട്ടേക്കാം. ഈ ഹദീസുകളിൽ നിന്ന് മുകളിൽ പറഞ്ഞവയെല്ലാം നാം വർജിക്കേണ്ട പാപങ്ങളാണെന്ന് മനസ്സിലാക്കാം. സത്യവിശ്വാസി ഹൃദയശുദ്ധിയുള്ളവനാകണം. ഹൃദയശുദ്ധിയുള്ളവൻ മാത്രമേ വിജയിക്കുകയുള്ളൂ. അല്ലാഹു തആല പറയുന്നു, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അന്ന് സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കുകയില്ല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, അന്ന് സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, പാപമുക്തമായ മനസ്സുമായി വന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. പാപമുക്തമായ മനസ്സുമായി വന്നവർക്ക് മാത്രമേ അന്ന് രക്ഷയുള്ളൂ. പരലോകത്തിൻ്റെ വിഷയമാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും. നിശ്ചയം അല്ലാഹു തആല നിങ്ങളുടെ ശരീരത്തിലേക്കോ രൂപത്തിലേക്കോ നോക്കുന്നില്ല, പ്രത്യുത നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അവൻ നോക്കുന്നത്. അപ്പോൾ അല്ലാഹു തആല മനുഷ്യരുടെ ശരീരത്തിലേക്കുമല്ല രൂപത്തിലേക്കുമല്ല നോക്കുന്നത്. അപ്പോൾ നാം ഉപയോഗിക്കുന്ന സൗന്ദര്യ വസ്തുക്കളൊക്കെ ഭൗതിക ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലാഹു തആല നമ്മൾ നോക്കുന്നത് എവിടേക്കാണ്? ഹൃദയത്തിലേക്കാണ്, നമ്മുടെ മുഖത്തിലേക്കല്ല. ക്രീമടിച്ച് നമ്മുടെ മുഖത്തിലേക്കല്ല, ലിഫ്റ്റിക് ഉപയോഗിക്കുന്ന നമ്മുടെ മുഖത്തേക്കല്ല, അതല്ലെങ്കിൽ ഐലൈനർ ഉപയോഗിക്കുന്ന മുഖത്തിലേക്കല്ല നോക്കുന്നത്. അല്ലാഹു തആല നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. അതുകൊണ്ട് വിനയം, കാരുണ്യം, സ്നേഹം, ക്ഷമ തുടങ്ങിയ നല്ല സ്വഭാവങ്ങൾ നാം ആർജിക്കണം. അല്ലാഹു തആല നമുക്ക് മനഃശുദ്ധിയും, മനഃശുദ്ധി പറഞ്ഞാൽ മാനസികമായ ശുദ്ധിയും, കർമ്മശുദ്ധിയും, പ്രവർത്തനത്തിലൂടെയുള്ള ശുദ്ധിയും, വചനശുദ്ധിയും, സംസാരശുദ്ധിയും നൽകട്ടെ. ആമീൻ. അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ്, നന്മ ചെയ്യൽ സൽ സ്വഭാവമാണ്. അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ്, നന്മ ചെയ്യൽ സൽ സ്വഭാവമാണ്.
ഇനി തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നഖറ വനഫം വായിച്ച് മനസ്സിലാക്കാനുള്ളത് ഖൊളബുൻ കോപം, ഹസദുൻ അസൂയ, ഉജുബുൻ ഉൾനാട്യം, ഷുഹുൻ പിശുക്ക്, ലാ യൻഫഉ ഉപകരിക്കുകയില്ല, അജ്സാമുൻ ശരീരങ്ങൾ, സഖിറ പരിഹസിച്ചു, ഖൽബുൻ ഹൃദയം. ബാക്കിയുള്ള വാക്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. പിന്നെ ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഒരാളെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയൽ, അതാണ് ഗീബത്ത്. നമീമത്ത് പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയൽ, അതിനാണ് നമീമത്ത് എന്ന് പറയുക. ഇനി രണ്ടാമത്തെ നംലഉൽ ഫറാഗ് വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഒന്ന്, അല്ലാഹു തആല മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളിൽ ഡാഷ് ഏറ്റവും വലുതാണ്. ഏതാണ് ഏറ്റവും വലുത്? സംസാരം ഏറ്റവും വലിയ അനുഗ്രഹമാണ്. രണ്ട്, പരലോകത്ത് വലിയ ശിക്ഷ ലഭിക്കുന്നത് ഡാഷ് മൂലമാണ്. എന്ത് മൂലമാണ്? തെറ്റായ സംസാരം മൂലമാണ്. മൂന്ന്, നാവിനെയും ഡാഷിനെയും സൂക്ഷിക്കുന്നവർക്ക് സ്വർഗം നൽകാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. നാവിനെയും ഫർജിനെയും സൂക്ഷിക്കുന്നവർക്ക് സ്വർഗം നൽകാമെന്ന്. നാല്, ഖുലിൽ ഡാഷ് വലൗകാന മുറ, ഖുലിൽ ഹഖ വലൗകാന മുറ. അടുത്ത, ലാ ഡാഷ് ബഅദുക്കും ബഅദ, ലാ തഗ്ലബ് ലാ യഗ്തബ് ബഅദുക്കും ബഅദ, ലാ യഗ്തബ് ബഅദുക്കും ബഅദ. ആറ്, ലാ യദ്ഖുലു ഡാഷ് നമ്മാമുൻ, ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ. ഇനി അടുത്തത് നുതർജിമു ഇലാ ലുഗത്തിന, നമ്മുടെ ഭാഷയിലേക്ക് ആക്കാനാണ് മൂന്നാമത്തത്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ ജിസാമിക്കും, നിശ്ചയം അല്ലാഹു നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കുന്നില്ല. രണ്ടാമത്തത്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, അന്ന് സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കുകയില്ല. മൂന്ന്, ഇഅജാബുൽ മർഇ ബിനഫ്സിഹി, അതിൻ്റെ അർത്ഥം ഉൾനാട്യം. നാല്, അൽ ഹസദ് യഅ്കുലുൽ ഹസനാത്ത്, എന്താ ഇതിൻ്റെ അർത്ഥം? അസൂയ നന്മകളെ തിന്നുകളയും. അഞ്ച്, അൽ മുഅ്മിനു ലൈസ ബിഹഖൂദിൻ, സത്യവിശ്വാസി പകയുള്ളവനല്ല. ഇനി നാലാമത്തെ നുതർജിമു ഇലൽ അറബിയ, അറബിയിലേക്ക് ആക്കാനുള്ളതാണ്. ഒന്ന്, പാപമുക്തമായ മനസ്സ്, നമ്മുടെ ഹെഡിങ് ആണത്. അൽ ഖൽബുസ് സലീം. രണ്ട്, മൂന്നെണ്ണം നാശകാരികളാണ്. സലാസുൻ മുഹ്ലികാത്തുൻ. ഇനി മൂന്നാമത്തേത്, നിനക്ക് സ്വർഗം ലഭിക്കും. വലക്കൽ ജന്ന, അതതിൻ്റെ അർത്ഥമാണ് നിനക്ക് സ്വർഗം ലഭിക്കും. നാല്, എന്നാൽ അല്ലാഹു തആല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. വലാക്കിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അഞ്ച്, ഏഷണിക്കാരൻ സ്വർഗത്തിൽ കടക്കുകയില്ല. എന്താ ഇതിൻ്റെ അറബി? ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ. ഇനി അടുത്തത് ചേരുമ്പടി ചേർക്കാനുള്ളതാണ്. നസ്ൽ ചേരുമ്പടി അഞ്ചാമത്തേത്. ഒന്ന്, മിനൽ മുഹ്ലിക്കാത്ത്, മിനൽ മുഹ്ലിക്കാത്ത്, അതിനോട് ചോദിച്ചാൽ ഏതാ? ഷുഹും മുത്താ. മൂന്നെണ്ണം നാശകാരികളാന്ന് പറഞ്ഞല്ലോ, അതിൽ പെട്ട ഒന്ന് ഏതാണ്? ഷുഹും മുത്താ. അത് ഇന്നല്ലാഹ യൻദുറു, അല്ലാഹു തആല നോക്കുന്നത് ഇലാ കുലൂബിക്കും, അല്ലാഹു തആല നോക്കുന്ന കൊടുക്കുക ഹൃദയത്തിലേക്കാണ്. അപ്പോൾ കുലൂബിക്കും ഈ ഇവിടെ എഴുതി കൊടുക്കുക. അടുത്ത യഅ്കുലുൽ ഹസനാത്തി, ആൻസർ എ ആണ്. ഏതാണ്? അൽ ഹസദ്. ഹസദ് യഅ്കുലുൽ ഹസദ്, നന്മകളെ തിന്നുകളയും. എന്താ തിന്നുകളയുക? അസൂയയാണ് അൽ ഹസദ്, നന്മയെ അസൂയ തിന്നുകളയും. അടുത്ത ലൈസൽ മുഅ്മിനു, ലൈസൽ മുഅ്മിനു മുഅ്മിനല്ല, അതിനോട് ചോദിച്ചേതാ? സി ആണ്. ഹഖൂദ്, അപ്പോൾ മുഅ്മിന് പകയുള്ളവനല്ല, അതിനോട് ചോദിച്ചത് സി ആണ്. അടുത്ത ലാ യദ്ഖുലുൽ ജന്നത, അതിനോട് ചോദിച്ച് ബി ആണ്. നമ്മാമുൻ, നമീമത്തുകാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇനി നുഇദ്ദു അസ്ഇല, ഈ പാഠത്തിൽ നിന്ന് 5 ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളും തയ്യാറാക്കുക. ഒന്ന്, നാവ് കൊണ്ട് ചെയ്യുന്ന ദോഷങ്ങൾ ഏതെല്ലാം? ആൻസർ കളവ്, ഗീബത്ത്, നമീമത്ത്, പരിഹാസം. രണ്ട്, അള്ളാഹു നോക്കുന്നത് എവിടേക്കാണ്? ആൻസർ ഹൃദയങ്ങളിലേക്ക്. മൂന്ന്, അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയ വലിയ അനുഗ്രഹം ഏത്? ആൻസർ സംസാരം. നാല്, ആർക്കാണ് സ്വർഗം നൽകാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ആൻസർ നാവിനെയും ഫർജിനെയും സൂക്ഷിക്കുന്നവർക്ക്. അഞ്ച്, ഹൃദയം കൊണ്ടുള്ള ദോഷങ്ങൾ ഏതെല്ലാം? ആൻസർ കോപം, പക, അസൂയ, അഹംഭാവം, ഉൾനാട്യം. ഇനി ഏഴാമത്തത് തഖ്സീസ്. എന്താ തഖ്സീസ്? സ്വർഗം നഷ്ടപ്പെടുന്ന ദുർഗുണങ്ങൾ എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ചെറിയ രൂപത്തിൽ നമുക്ക് നോക്കാം. സംസാരശേഷി അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നാവിനെയും ഫർജിനെയും സൂക്ഷിക്കുന്നവർക്ക് സ്വർഗം നൽകാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വലിയ ശിക്ഷ ലഭിക്കുന്നതും തെറ്റായ സംസാരങ്ങൾ മൂലമാണ്. കയ്പുള്ളതാണെങ്കിലും സത്യം പറയാവൂ. നിങ്ങൾ ഗീബത്ത് പറയരുത്. ഏഷടിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല.
നാവ് കൊണ്ട് ചെയ്യുന്ന ദോഷങ്ങളായ കളവ്, ഗീബത്ത്, നമീമത്ത്, പരിഹാസം എന്നിവയെക്കുറിച്ചുള്ള താക്കീതാണ് ഈ വചനങ്ങൾ. ഹൃദയം കൊണ്ട് സംഭവിക്കുന്ന നിരവധി തെറ്റുകളുണ്ട്. അന്യായമായ കോപം, അതുപോലെ പക, അസൂയ, അഹംഭാവം, ഉൾനാട്യം മുതലായ ഹൃദയം കൊണ്ടുള്ള ദോഷങ്ങളാണ്. ഈ വിധ പാപങ്ങളിൽ നിന്നെല്ലാം മാറി നിന്ന് നാം നമ്മുടെ ഹൃദയത്തെയും നാവിനെയും സംശുദ്ധമാക്കണം. കാരണം അള്ളാഹു നിങ്ങളുടെ ശരീരത്തിലേക്കോ രൂപത്തിലേക്കോ നോക്കുന്നില്ല. അവൻ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. സ്വർഗം നേടണമെങ്കിൽ ഈ വിധ ദോഷങ്ങളെല്ലാം ഒഴിവാക്കി വിനയം, കാരുണ്യം, സ്നേഹം, ക്ഷമ തുടങ്ങിയ നല്ല സ്വഭാവങ്ങൾ നാം ആർജിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇതോടെ ഈ പാഠത്തിലെ തദ്രീബാത്തും അവസാനിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും സംസാരവും അതുപോലെ തന്നെ മാനസികമായ ചിന്തകളും മനസ്സിൽ നിന്ന് വരുന്ന മറ്റു പൈശാചികമായ എല്ലാ ഷർറുകളെ തൊട്ടും അല്ലാഹു തആല നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നല്ല സ്വഭാവത്തോടുകൂടെ വിനയത്തോടുകൂടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.